കട്ടപ്പന കൊലപാതക കേസിൽ പിടിയിലായ പ്രതികൾ കക്കാട്ടുകടയിൽ വാടക വീടെടുത്തത് വീട്ടുടമയെയും പ്രദേശവാസികളെയും തെറ്റിദ്ധരിപ്പിച്ച് വിഷ്ണുവും അച്ഛനും മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞാണ് വാടക വീടെടുത്തത്. വീട് തരപ്പെടുത്തി നൽകിയ അയൽവാസിയോട് നിതീഷിന്റെ പിതാവ് റിട്ടയർഡ് ഡിവൈഎസ്പി ആണെന്ന് കള്ളം പറഞ്ഞു. വീട്ടുടമയോട് പറഞ്ഞിരുന്ന പേരുകളും വ്യാജമായിരുന്നു. 2023 ജൂൺ 23-നാണ് കൊല്ലപ്പെട്ട വിജയനും മകൻ വിഷ്ണുവുമെത്തി വാടകയ്ക്ക് വീടെടുക്കുന്നത്. വീട്ടുടമയോട് പറഞ്ഞത് അച്ഛനും താനും മാത്രമേ ഉള്ളൂവെന്ന്. വിജയന്റെ ഭാര്യയും മകളുമുള്ള കാര്യം മറച്ചുവെച്ചു. അവന്റെ അമ്മ ചെന്നൈയിലാണോ പൂനെയിലാണോ പെങ്ങടെ കൂടെ, പെങ്ങൾക്ക് അവിടെ ബാങ്കിൽ ജോലിയാ, അവിടെ നിൽക്കുക. അങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചു. അപ്പൊ മറ്റേ ഈ പൂജാരി എന്ന് പറഞ്ഞ ആളെ ഞാൻ കണ്ടിട്ടില്ല. ഇവര് അപ്പനും മോനും മാത്രമേ വന്നുള്ളൂ. വിഷ്ണുവിന്റെയും നിതീഷിന്റെയും പേരുകളും മാറ്റിയാണ് വീട്ടുടമയോട് പറഞ്ഞിരുന്നത്. വിഷ്ണു എന്നല്ല എന്നോട് അവൻ പേര് പറഞ്ഞ അജിത്ത് എന്നാ പറഞ്ഞത്. ഇയാൾ എന്നോട് പറഞ്ഞത് ആദ്യം വന്ന് ശ്രീകരിന്ന്, പിന്നെ പറഞ്ഞത് പ്രണവ് എന്നാ പേര്. കക്കാട്ടുകടയിലെ വീടിന് സമീപത്തുള്ള അയൽവാസി വഴിയാണ് വാടക വീട് തരപ്പെടുത്തിയത്. എല്ലാവരും ജോലിക്കാരാണെന്നും നിതീഷിന്റെ പിതാവ് റിട്ടയർഡ് ഡിവൈഎസ്പി എന്നും അയൽവാസി ബാബുവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് വീട് തരപ്പെടുത്തിയത്. മറ്റേ ഒരാൾ IT-യിൽ കണ്ട ജോലി, പെങ്ങള് കാനഡ ബാങ്കിൽ കണ്ട ജോലി, പിന്നെ മറ്റേ ഇതിൽ ഇപ്പോഴത്തെ ഒന്നാം പ്രതിയായിരിക്കുന്നവന് അവൻ്റെ അപ്പൻ DSP ആണെന്ന് വരെയാണ് പറഞ്ഞിരുന്നത്. 2016 കുട്ടിയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരാതിരിക്കുന്നതിന് വേണ്ടിയാണ് അമ്മയെയും സഹോദരിയെയും കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെക്കുകയും ഇവരെ പുറം ലോകവുമായി ബന്ധപ്പെടുവാൻ അനുവദിക്കാത്തതെന്നുമാണ് വിലയിരുത്തുന്നത്. എന്നാൽ കഴിഞ്ഞ 2-ാം തീയതി മോഷണക്കേസുമായി ബന്ധപ്പെട്ട നിതീഷും വിഷ്ണുവും പിടിയിലായതോടെയാണ് ക്രൂരമായി നടത്തിയ 2 കൊലപാതകങ്ങളുടെ ചുരുളഴിയുന്നത്. എന്നാൽ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ സംബന്ധിച്ചുള്ള ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഇത് സംബന്ധിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നു. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.